ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോയാണ്. നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോൺസിൻ്റെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ. ഇത് നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമില്ലേ, അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിപ്പോൾ കാലിയായി, ഇതിലൊന്നുമില്ല കണ്ടോ, ഇത് മുഴുവനായിട്ട് തീർന്നു. അപ്പോൾ ഇങ്ങനത്തത് ഇപ്പം ഏകദേശം എല്ലാവരുടെ അടുത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. 5-6 മാസം ഒന്നും ആയിട്ടില്ല, ഒരു 3-4 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ബോട്ടിലുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഈ ഒരു സംഭവം എന്തായാലും ചെയ്ത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്, ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമായുള്ള പണി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസിങ്ങിൻ്റെ ക്രീം ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മളിതൊരു ആഭരണ പെട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഒരു ആൻറ്റിക്കായിട്ട് ഒരു ആഭരണ പെട്ടിയൊക്കെ പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് ഇത് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലേ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന എയർ ഡ്രൈ ക്ലേ ആയിരുന്നു. ഞാൻ നല്ല ടൈറ്റായ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതായിരുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ കട്ടിയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്ലേയും തുല്യമായിട്ട് എടുത്ത് ഞാൻ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞരടി എടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ, പത്തിരിയൊക്കെ പരത്തുന്ന പോലെ ഈ ഒരു രീതി നമ്മൾ കൈൻ്റെ അടിയിലാണ് ആദ്യം ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ, മൂടി ഉണ്ടല്ലോ, ആ ഒരു മൂടി കാരണം നമ്മൾ ആദ്യം കവറിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ പരത്തി എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്നും ആക്കി കൊടുക്കുക കേട്ടോ. സംഭവം എനിക്ക് ഈ ഒരു ക്ലയൻ്റെ പരിപാടി അത്ര നല്ല രീതിയിലൊന്നും അറിയില്ല, എങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇതിന് മുൻപ് 1-2 വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നല്ല ഫിനിഷിംഗ് ഒന്നും ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. ഇതിങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ അത് കവറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ അടിയിലുണ്ടല്ലോ, അതായത് അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലേ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കൊരു വലിയ മണ്ടത്തരം പറ്റി. ഞാനിത് പിന്നെ ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഫെവിക്കോൾ ഉപയോഗിച്ചില്ല. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതങ്ങനെ ഒട്ടി അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഫെവിക്കോളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ പരത്തുന്നൊക്കെ ടൈമിൽ ഓയിലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു അറിവിലൊക്കെ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇങ്ങനെ ഇളകിപ്പോലും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ നിൽക്കും കേട്ടോ. പക്ഷേ എങ്കിലും ഇതിങ്ങനെ പരത്തി ഒന്ന് കവർ ചെയ്തെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് മാത്രമല്ല, ഇത് നമ്മളിങ്ങനെ സെറ്റാക്കി ഉടനെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ആകെ മൊത്തം കൊളായി പോകും. സെറ്റായാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലൊന്നും ഇതാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു ആ ഒരു ടൈമിൽ തന്നെ സ്പീഡിൽ നമ്മൾ വർക്ക് തുടങ്ങണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ട ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോൾ അതിങ്ങനെ വെക്കുന്നു ആ ഒരു ടൈമിൽ തന്നെ അത് പരത്തി നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് ആ ഒരു മൂടിൻ്റെ ഭാഗം നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, കാരണം നമ്മൾ ആഭരണപ്പെട്ടിയുടെ ആ ഒരു ലുക്കിലാണല്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായതൊരു പേപ്പർ സ്റ്റിക്ക് ആയിരുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ പുറമേ ഇങ്ങനെ കുറേ വട്ടങ്ങൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിങ്ങനെ ഒന്ന് ചതുക്കിയിട്ട് അതിനൊരു പൊട്ടിൻ്റെ ഒക്കെ രൂപത്തിലാക്കിയിട്ട് ആ ഒരു ഷേപ്പിലും വീണ്ടും അതിൻ്റെ താഴെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിലും ഞാൻ ആ ഒരു റൗണ്ട് പോലെ വരുന്ന ആ ഒരു ഡിസൈനും കൂടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂടി ഇവിടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഒരു അടപ്പിന് ഇതൊരു തുറക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടുക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് ഒട്ടിക്കുന്നത് ഈ ഒരു ഫെവിക്കോൾ വെച്ചിട്ടുണ്ട്, കാരണം അത് നല്ല ഒട്ടണമല്ലോ. നമുക്കിങ്ങനെ മൂടി ഇങ്ങനെ അത് മൂടി തുറക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അത് വെച്ചിട്ടാണല്ലോ പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഫെവിക്കോളൊക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് ഈ അടിയിലത്തെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രം കൂടെ സെറ്റാക്കണം. ഇതിൻ്റെയും മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യേണ്ട, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടണം. പക്ഷേ നമുക്ക് ഈ ഒരു പുറം ഭാഗം നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്നില്ല. ആ ഒരു മൂടിയിടുന്ന ആ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യേണ്ട കേട്ടോ. കാരണം നമുക്ക് മൂടി അടക്കാനും അടച്ച് വെക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അതാണല്ലോ കുറച്ചും കൂടെ സേഫ്. അപ്പോൾ നമ്മൾ ആ തുറക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ക്ലേ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ ലാസ്റ്റ് നമുക്കത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി ഭാഗം മുഴുവനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടൊരു ഡിസൈൻ പോലെയാണ് ഞാൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞൊക്കെ പോരുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ അമർത്തി വെച്ച് അതങ്ങനെ സെറ്റാക്കി. അപ്പോൾ ആ താഴത്തെ ഭാഗം കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൽ കുറച്ച്
ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. പിന്നെ ഞാൻ ഈ ഒരു എയർ ടൈറ്റ് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ക്ലേ ആണുള്ളതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് ക്ലേ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്കിതിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഏകദേശം 1-2 മണിക്കൂറിൻ്റെ മുകളിൽ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ബ്രൗൺ കളർ പെയിൻറ്റ് ഇട്ടത്, നമ്മുടെ കാപ്പി കളർ പെയിൻറ്റ്, ആ ഒരു പെയിൻറ്റ് വെച്ചിട്ടാണ് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടായിരുന്നു പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ആഭരണപ്പെട്ടി എന്ന് പറയുമ്പോൾ ബ്രൗൺ ആണല്ലോ, നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന അങ്ങനത്തെ ഒരു പോളിഷിങ്ങൊക്കെ ചെയ്ത് വരുന്ന അങ്ങനത്തെ ആമാടപ്പെട്ടികളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ബ്രൗൺ കളർ ആണല്ലോ. അപ്പോൾ ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇതിന് കാപ്പി കളർ കൊടുക്കാമെന്ന്. മുൻപ് ഞാനൊരെണ്ണം കറുപ്പ് കളറിൽ രണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ അടുത്ത് നല്ല ഭദ്രമായിട്ടുണ്ട് കേട്ടോ. ഒരു കേടുപാടോ ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം നമ്മൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂടി പെയിൻറ്റ് ചെയ്യുന്നത് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ എവിടെയൊക്കെ ക്ലേ അപ്ലൈ ചെയ്തോ ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ സംഭവം അടിയിലത്തെ ഈ ഒരു പാത്രം, അപ്പോൾ ആ ഒരു പാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ മുഴുവനായിട്ട് നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉൾഭാഗം ഇല്ലേ, ആ ഒരു ഉൾഭാഗം വിട്ടിട്ട് നമ്മൾ ബാക്കി എല്ലാ ഭാഗവും മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ മൂടിടുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗങ്ങളും വിസിബിൾ ആവണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ കുറേ സമയം അത് വീണ്ടും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തു. നല്ല രീതിയിൽ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ മെറ്റാലിക്കിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളറ് ഗോൾഡൻ മെറ്റാലിക്കിൻ്റെ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താലും ടച്ച് ചെയ്ത് കൊടുത്താലും മതി. ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. പക്ഷേ ഞാനിത് പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് സിന്ദൂരമൊക്കെ ഉണ്ടാവില്ല, അത് കുങ്കുമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പൊട്ട് അങ്ങനത്തെ കാതില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. ഞാനിതാ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് കാതിലകളൊക്കെ അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂടി വെച്ചു. നമുക്കിത് നന്നായിട്ട് ലോക്ക് ചെയ്ത പോലെ മൂടി വെക്കാനും വേണ്ടിയിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ അടുത്ത് 2 എണ്ണം മുൻപ് ഞാനൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം തന്നെയെന്ന്. അത് ബ്ലാക്ക് കളറുള്ള ഒന്നായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു അത് ഏകദേശം 1-2 മാസങ്ങൾക്ക് മുൻപേ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അതിലാണ് ഞാനിപ്പോൾ താലി ഇട്ട് വെക്കാറ് കേട്ടോ. ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയ ടൈമിൽ ഞാനിതിൽ കാതിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ ഒരു ബോട്ടിലിൻ്റെ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ